നമ്മളെല്ലാം സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും നമ്മളെ വരിഞ്ഞു മുറുക്കുകയും ഈ ടെലിവിഷൻ ചാനൽ അല്ലെങ്കിൽ സ്വതന്ത്ര വാർത്താ ചാനൽ എന്ന സംവിധാനം ഇല്ലാതാവുകയും, ഞാൻ പറയുന്നത് സ്വതന്ത്രം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ സംശയങ്ങൾ ഉണ്ടാകും. നോക്കൂ, എന്താണ് സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ? ശരിയാണ്, ഞാൻ 1996 മാധ്യമരംഗത്ത് വരുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സ്വതന്ത്ര മാധ്യമ സ്ഥാപനം എന്നൊക്കെ പറയുന്നത് വളരെ വളരെ ഒരുപക്ഷെ നമ്മളൊക്കെ എങ്ങനെയാണോ ആഗ്രഹിച്ച് ജീവിച്ചിട്ടുള്ളത് ആ നിലയിൽ സത്യസന്ധവും വളരെ സുതാര്യവും രണ്ടു ഭാഗവും പറഞ്ഞുകൊണ്ടൊക്കെ മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള മാധ്യമ പ്രവർത്തനം തന്നെയായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചു, ആർ രാജഗോപാൽ എഡിറ്ററായിരിക്കുന്ന കാലഘട്ടത്തിൽ എങ്ങനെയാണോ ദ ടെലിഗ്രാഫ് രംഗത്തേക്ക് വന്നത്, നമ്മുടെ മുന്നിൽ ഒരു മാധ്യമ സ്ഥാപനം ഒരു വാർത്തയെ അവതരിപ്പിച്ചത്, നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ അതിന്റെ ശരിബോധ്യമുണ്ട് എങ്കിൽ ആ ശരിയെ ശരിയാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ധൈര്യമാണ് ഇന്ന് സ്വതന്ത്രം അല്ലെങ്കിൽ സത്യസന്ധം എന്ന് പറയുന്നത്. ഈ അടുത്ത് വന്നിട്ടുള്ള 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ മാത്രം നോക്കിയാൽ മതി. പ്രാണപ്രതിഷ്ഠ. നോക്കൂ, നമ്മളൊരു ജനാധിപത്യ മതേതര രാജ്യത്തിൽ നിന്നൊരു തിയോക്രാറ്റിക് രാജ്യമായി നീങ്ങുന്നു എന്നതിന്റെ ഏറ്റവും കൃത്യമായ ഉദാഹരണമല്ലേ ബാബറി മസ്ജിദ്? എവിടെ? നമ്മൾ ആരെങ്കിലും ചോദിച്ചോ? ഏതെങ്കിലും മാധ്യമ പ്രവർത്തകൻ ചോദിച്ചോ? 1992 തകർന്നു വിടുന്ന ബാബറി മസ്ജിദും രാമക്ഷേത്രവും നിർമ്മിക്കാനല്ലേ സുപ്രീം കോടതി ഉത്തരവ്? ബാബറി മസ്ജിദ് അങ്ങ് ദൂരെ കൊണ്ടുപോയി സ്ഥാപിച്ചാൽ മതി, രാമക്ഷേത്രം ആ ക്രിമിനൽ ആക്ട് നടന്ന ഇടത്ത് സ്ഥാപിക്കട്ടെ എന്നല്ലേ സുപ്രീം കോടതി പറഞ്ഞത്? എന്തേ ബാബറി മസ്ജിദ് പണിയാതെ രാമക്ഷേത്രം മാത്രം പണിതത് എന്ന് എത്ര മാധ്യമങ്ങൾ ഇവിടെ ചോദിച്ചു? പ്രാണപ്രതിഷ്ഠ നടത്താൻ നരേന്ദ്രമോദിക്ക് എന്തധികാരം എന്ന് ചോദിച്ചത് മാധ്യമങ്ങളായിരുന്നില്ല, ശങ്കരാചാര്യന്മാരായിരുന്നു. നമ്മുടെ ഇടപെടലിനപ്പുറത്തേക്ക് മത നേതാക്കൾക്ക് ഇടപെടേണ്ടി വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരു മതരാഷ്ട്രവാദത്തിലേക്ക് നമ്മളൊക്കെ തന്നെയും തയ്യാറെടുത്തിരിക്കുന്നു. ജനത്തിന്റെ മനസ്സൊരുക്കലാണ് യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ബാബറി മസ്ജിദ് തകർന്നതുമായി ബന്ധപ്പെട്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒരുപാട് പരിശോധനകളോടെ നടത്തിയെന്നാണ് നമ്മൾ കേട്ടുകേൾവി. ആ പരിശോധനയിൽ പറയുന്നത് അതിനകത്ത് ഒരു ഹിന്ദു സ്ട്രക്ചർ ഉണ്ടായിരുന്നു എന്നാണ്. ഇപ്പൊ ഗ്യാൻവാബിയുടെ കാര്യത്തിനകത്തും പറയുന്നു ഒരു ഹിന്ദു സ്ട്രക്ചർ അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. 550 വർഷങ്ങൾക്ക് മുമ്പുള്ള സ്ട്രക്ചർ ഹിന്ദു സ്ട്രക്ചറാണ് എന്ന് ആര് കണ്ടെത്തുന്നു? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. അതിനകത്തൊരു മുസ്ലിം പേരും ഉണ്ടാവും. ആ ആർക്കിയോളജിക്കൽ സർവേയുടെ റിപ്പോർട്ടൊന്നും സാധാരണഗതിയിൽ കോടതികൾ അംഗീകരിക്കാറില്ല. ഇപ്പൊ രാമക്ഷേത്രത്തിന്റെ കാര്യത്തിന് അത് അംഗീകരിച്ചിട്ടില്ല. ഇനി ഗ്യാൻവാബിയുടെ കാര്യത്തിനകത്തും അതൊരു തള്ളാകാനേ നിവൃത്തിയുള്ളൂ. പക്ഷെ മനസ്സൊരുക്കൽ വേണം. അപ്പൊ ഗ്യാൻവാബിയുടെ കാര്യത്തിനകത്തും ഞാൻ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. കാരണം ആ പള്ളിയുടെ താഴെ ഹിന്ദു സ്ട്രക്ചറാണുള്ളത് എന്ന്. ആ മനസ്സൊരുക്കലിന്റെ തൊട്ടടുത്ത ദിവസം അലഹബാദിലെ ജില്ലാ കോടതി തീരുമാനമെടുത്തിരിക്കുന്നു അവിടെ ഒരു ഹിന്ദു പ്രാർത്ഥന നടക്കട്ടെ എന്ന്. അപ്പൊ ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റിനുള്ള മനസ്സൊരുക്കലാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.